ഏറെ ബഹുമാനം നിറഞ്ഞ സോളിഡ് ബിസിനസ് ക്ലബിന്റെ ഭാരവാഹികൾ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോളിഡിനെ പരിചയമുള്ളവരായിരിക്കും ഇതിലുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പരിചയമില്ലാത്ത കുറച്ചു പേര് കൂടി ഉണ്ടാകും എന്നുകൂടി വിചാരിക്കുന്നുണ്ട്. എന്തായാലും ബിസിനസ് ചെയ്യുന്ന യുവാക്കൾക്കായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ് സോളിഡ് ബിസിനസ് ക്ലബ് എന്നത്. രൂപീകൃതമായി ഏതാനും വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ഇത് പലപ്പോഴും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ ചില പരിപാടികൾ ചില സന്ദർഭങ്ങളിലായി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത്ര സജീവമായ രീതിയിൽ നിലവിൽ നമ്മളുടെ ഒരു എത്തിക്കൽ ബിസിനസ് കോൺക്ലേവ് കോഴിക്കോട് നടന്നിട്ടുള്ള വളരെ വിപുലമായ ഒരു എത്തിക്കൽ ബിസിനസ് കോൺക്ലേവ് നടക്കുകയും അതിനെ തുടർന്ന് വളരെ സജീവമായ രീതിയിൽ സോളിഡ് ബിസിനസ് ക്ലബ്ബ് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. മുമ്പ് കോഴിക്കോട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അതുപോലെ എറണാകുളത്ത് 2-3 പ്രോഗ്രാമുകൾ സോളിഡ് ബിസിനസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നല്ല പങ്കാളിത്തവും നല്ല ഫീഡ്ബാക്കും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുത്ത ആളുകളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതിന്റെ ഒരു സാധ്യതകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയാവുന്നതാണ്. ഇതിന്റെ ഒരു ആവശ്യകത ഏറ്റവും നന്നായി അറിയുന്നവരാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അപ്ഡേറ്റ് ആവുന്നതിൽ അതുമായി ബന്ധപ്പെട്ട് വളരെയധികം എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കേൾക്കുക, അവരോടൊപ്പം ഇരിക്കുക എന്ന് പറയുന്നതൊക്കെ ഐഡിയ, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ബിസിനസ്സിൽ അതിന്റെ അപ്ഡേഷന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ട്രെയിനിങ്ങുകൾ എന്ന് പറയുന്നത് വലിയ ചിലവേറിയ രീതിയിലാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. എല്ലാവർക്കും അഫോർഡ് ആവുന്ന രൂപത്തിലാവാറില്ല പലപ്പോഴും ബിസിനസ് ട്രെയിനിങ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. സോളിഡ് ബിസിനസ് ക്ലബിന്റെ പല ഉദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അഫോർഡായ രീതിയിൽ തന്നെ ഇത്തരം ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യാനും അത്തരം ക്ലാസ്സുകളൊക്കെ ലഭിക്കാനും കഴിയുന്ന രൂപത്തിൽ അത്തരം സംവിധാനങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് സോളിഡ് ബിസിനസ് ക്ലബിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്. അപ്പോ അതില് ഇതിന്റെ മെമ്പേഴ്സിന് ഇത്തരം ധാരാളം പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തെ ഒരു പ്ലാനൊക്കെ യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോ അതിൽ മെമ്പർ ആവുക എന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതോടുകൂടി അത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും അത്തരം പരിപാടികളുടെ ഭാഗമാകാനും ഒരു ബിസിനസ് നെറ്റ്വർക്ക്, ഒരു എത്തിക്കൽ ബിസിനസ് ഗ്രൂപ്പ് എന്ന രൂപത്തിൽ അത്തരം ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഒരു നെറ്റ്വർക്കിൽ അംഗമാകാനൊക്കെ കഴിയും എന്നുള്ളത് ഇതിന്റെ വലിയൊരു ബെനിഫിറ്റ് കൂടിയാണ്. ഇപ്പോ നിലവിൽ തന്നെ അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റുമൊക്കെ നല്ല സജീവമായിട്ട് നടക്കുന്നുണ്ട്. നെറ്റ്വർക്കിംഗ് ധാരാളമായിട്ട് അത്തരം ഗ്രൂപ്പ് വഴികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇതൊരു തുടക്കമാണ്. ഇത് ഇത്തരമുള്ള ഒരു ട്രെയിനിങ് സെഷന്റെ ഈ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്ലാസ് ഇന്ന് ആരംഭിക്കുന്നതോടുകൂടി ഒരു സീരീസിന്റെ ഒരു തുടക്കമാണ് ഇന്ന് കുറിക്കാൻ പോകുന്നത്. ധാരാളമായി ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾക്ക് ഉടൻ തന്നെ പ്രവേശിക്കാം. അപ്പോ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടന കർമ്മം എന്ന നിലക്കാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ സോളിഡ് ബിസിനസ് ക്ലബിന്റെ ഭാഗമാകണം. ഇതുവരെ മെമ്പർഷിപ്പ് എടുക്കാത്ത ആളുകൾ അതിന്റെ മെമ്പർഷിപ്പ് എടുത്ത് ഈ ഒരു നെറ്റ്വർക്കിൽ കൂടി പങ്കാളികളാവുകയും ഇതിന്റെ മുന്നോട്ട് പോക്കില് നിങ്ങൾ കേവലം ഇതിൽ അംഗമാകുന്ന ആളുകൾ അവർക്കൊരു ബെനിഫിറ്റ് കിട്ടുക എന്നത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരൊക്കെ ബിസിനസ് ഓണേഴ്സ് എന്ന അർത്ഥത്തില് ഈ ക്ലബ്ബുമായി ബന്ധപ്പെട്ട് നമ്മള് സോളിഡ് ബിസിനസ് ക്ലബിനെ മനസ്സിലാക്കുന്നത് ബിസിനസ് ഓണേഴ്സിന് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക, നെറ്റ്വർക്ക് ഉണ്ടാക്കുക, അവർക്ക് ട്രെയിനിങ് കിട്ടുക എന്നതോടൊപ്പം തന്നെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള, ഒരു സാമൂഹിക ബോധമുള്ള, അതുപോലെ തന്നെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കെൽപ്പുള്ള, അതുപോലെ തന്നെ നല്ലൊരു ബിസിനസ് തലമുറയെ വളർത്തിയെടുക്കാനൊക്കെ കഴിയുന്ന ആളുകളാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ മെമ്പർ ആവുന്നതോടുകൂടി അത്തരമൊരു പ്രോസസ്സിന്റെ, അത്തരമൊരു പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമാവുക എന്നതുകൂടിയാണ് നമ്മളിൽ സംഭവിക്കേണ്ടത്. ആ അർത്ഥത്തിൽ എല്ലാവരും ഇതിന്റെ ഭാഗമാവുകയും ഇതിന്റെ വിഷനും ഇതിന്റെ മിഷനും ഒക്കെ മനസ്സിലാക്കി അതിലൂടെ നമ്മളുടെ ബിസിനസ്സിന് മെച്ചുണ്ടാവുന്നതോടൊപ്പം നമുക്ക് പടച്ചോൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ബിസിനസ് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ തന്നെ നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ അത്തരത്തിലുള്ള കഴിവുകളെല്ലാം നന്മയുടെ മാർഗത്തിൽ, സാമൂഹികമായ നന്മയുടെ മാർഗത്തിലൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരം എന്ന നിലക്ക് കൂടി ഇതിന്റെ സംവിധാനങ്ങളെയൊക്കെ ഉപകാരപ്പെടുത്തേണ്ടതുണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സീരീസ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, അള്ളാഹുവിന്റെ നാമത്തിൽ ഇതിന്റെ ഒരു ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.